ഹലോ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത്. ഞങ്ങൾ മക്കളെയും കൊണ്ട് ചെറിയൊരു ഫാമിലി ട്രിപ്പ് പോവാണ്. ഏട്ടൻ ബജാജിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. എല്ലാവരും വണ്ടിയിൽ കയറി ബാഗൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പല സ്ഥലത്തു നിന്നായതുകൊണ്ട് മ്യൂസിക് വെച്ചിട്ടുണ്ട് വണ്ടിയിൽ. അതുകൊണ്ടാണ് മോള് നല്ല ഡാൻസാണ്. അവൾ പിന്നെ പാട്ട് കേട്ടാൽ പിന്നെ അങ്ങനെ ആക്റ്റീവായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴും അങ്ങനെ തന്നെയാണ് അവൾ. പിന്നെ എല്ലാവരുമായിട്ടും നല്ല കമ്പനി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ട്രിപ്പിന്. 2 മക്കളെയും കൊണ്ടാണ് പോണത്. എനിക്ക് വലിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, രണ്ടാളും കൊണ്ട് പോകുമ്പോൾ എന്താവുമെന്ന്. പക്ഷേ എല്ലാവരും മക്കളെയൊക്കെ പിടിക്കാനൊക്കെ സഹായിച്ചിരുന്നു കേട്ടോ. അവിടെ ഓഫീസിലേക്ക് പോവാറുണ്ട്, അതുകൊണ്ട് എല്ലാവരുമായിട്ടും നല്ല കമ്പനിയാണ്. അതിൽ എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ രാവിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലൊക്കെ നിർത്തി മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്തു. പിന്നെ ചുരം കയറുന്ന വഴി ഞങ്ങൾ ഒരു നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ അവിടെ നിർത്തി. നല്ല കോട ഉണ്ടായിരുന്നു, മഴ ഉണ്ടായിരുന്നു, നല്ലൊരു വ്യൂ തന്നെയായിരുന്നു അവിടെ. നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എല്ലാവരും കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് പിന്നെ വണ്ടിയിലൊക്കെ കയറിയത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തി. ചുരം കയറി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ റിസോർട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അവിടെ നിന്ന് ഞങ്ങൾ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് റൂമിലേക്കൊക്കെ പോയി. റൂമിൽ നിന്ന് പിന്നെ പൂളിക്ക് നേരെ ഇറങ്ങാമെന്നുള്ള മൈൻഡിലായിരുന്നു എല്ലാവരും ഇറങ്ങി കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മഴ കാരണം ഞങ്ങൾ മക്കളെ മഴ മാറിയതിന് ശേഷം ഇറക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അവർക്ക് വേണ്ട ക്യാപ്പ് ഒക്കെ അവർ ഇടിപ്പിച്ചിട്ട് അവർ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ മഴ മാറിയതിന് ശേഷം അവർ 2 പേരെ ഇറക്കി. 2 പേരെ മാത്രമല്ല, പ്രിയേച്ചി എല്ലാവരും കുട്ടികളെ ഇറക്കിയിരുന്നു കേട്ടോ. മക്കൾക്ക് പിന്നെ വെള്ളം കണ്ടാൽ നല്ല ഹാപ്പിയാണ് കേട്ടോ. മോൾക്കാണെങ്കിൽ നല്ല ഇഷ്ടമായിരുന്നു. അവളെപ്പോഴും വെള്ളത്തിൽ കളിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പൂളിൽ ഇറങ്ങുമ്പോൾ എല്ലാവർക്കും വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾ നീന്തണതൊക്കെ നല്ല സൗണ്ടിൽ എല്ലാവരും വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും പൂളിൽ നിന്ന് കയറാൻ പറഞ്ഞാൽ കയറിയില്ല. പിന്നെ നന്നായിട്ട് വിറച്ചപ്പോൾ അവൾ കയറി. പിന്നെ വീണ്ടും ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് പിന്നെ ഞങ്ങളൊക്കെ പൂളിലായിരുന്നപ്പോൾ പിന്നെ ഇറങ്ങണം പറഞ്ഞിട്ട് പിന്നെ ഇറങ്ങിയിരുന്നു. ബിനുവേട്ടൻ്റെ മോൾ നല്ല ഡാൻസാണ് കേട്ടോ. അപ്പോഴും ഓരോരുത്തർ കപ്പിൾസായിട്ട് നീന്തുന്നുണ്ട്, കപ്പിൾസായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതാ അനിയത്തിയാണ് കേട്ടോ അവിടെ പൂളിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പൂള് മാക്സിമം നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു കേട്ടോ. ഞങ്ങൾ നൈറ്റാണ് കയറിയത് പൂളിൽ തന്നെ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ കുറച്ച് നേരം മക്കളായിട്ട് കളിക്കാനൊക്കെ ഇരുന്നിരുന്നു കേട്ടോ. അവർ നല്ല ഡാൻസാണ്. മ്യൂസിക് വെച്ചാൽ പിന്നെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. മക്കളായിട്ടൊക്കെ 2 എടുത്ത് ഡാൻസ് കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മക്കൾക്ക് ഉറക്കം വന്നപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ മോർണിംഗിൽ ഞങ്ങൾ അരുവിയിലേക്ക് പോയി. ഞങ്ങളാണ് ലാസ്റ്റ് പോയത്. മക്കൾ ഉറങ്ങായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ലേറ്റ് ആയത് കേട്ടോ. പിന്നെ ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് അനിയത്തിയും വിഷ്ണുവും ബിനുവേട്ടനൊക്കെ കാത്തു നിന്നായിരുന്നു. പിന്നെ ഞങ്ങൾ 1:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം ഫുഡ് കഴിച്ചിട്ട് നേരെ ഡാമിലേക്കാണ് പോയത്. ഡാമിലെത്തിയപ്പോൾ മോൻ നല്ല കളി, നടന്ന് കളിക്കുക, ഓടി കളിക്കുകയൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളവിടെ നിന്ന് പോന്നു കേട്ടോ. പിന്നെ നേരെ ഞങ്ങൾ വയനാട് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ് പോയത്. അവിടെ നല്ല കോട കേട്ടോ. എനിക്ക് പുറത്തിറങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ 2 മക്കൾ ഉറങ്ങായിരുന്നു കാരണം ഞങ്ങൾ പുറത്തിറങ്ങിയില്ല. പിന്നെ അവർ നീറ്റിയതിന് ശേഷമാണ് പുറത്ത് ഇറങ്ങിയത്. എനിക്ക് ഏട്ടൻ വണ്ടിയിലേക്ക് ചായയൊക്കെ കൊടുന്നേരാണ് ചെയ്തിരുന്നത്. പിന്നെ നേരെ ഞങ്ങൾ മക്കൾക്ക് പാർക്കിലേക്കൊക്കെ പോയി. അവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാൻ കേട്ടോ. കോട നന്നായിട്ട് ഇറങ്ങിയ ടൈമായിരുന്നു. പിന്നെ മോളായിട്ട് അതിലൊക്കെ കയറാൻ പറയുമായിരുന്നു. അവൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. പിന്നെ മോനും അതിൻ്റെ ഇടയ്ക്ക് ചെല്ലുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോരാണ് ചെയ്തത്. വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു വീട്ടിലേക്ക് ഒരു 1:30 ആയപ്പോഴേക്ക് വീട്ടിലെത്തി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.